തിങ്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളെല്ലാവരും കണ്ണുകൾ അടച്ചേ, ക്ലോസ് യുവർ ഐസ്, കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ചിട്ട് നിങ്ങൾ വെറുതെ ഇരിക്കുക. വെറുതെ ഇരിക്കുക. നിങ്ങൾ കണ്ണുകൾ അടച്ച് വെറുതെ ഇരിക്കുക. ഇയാളെന്തിനാണ് ഈ കണ്ണുകൾ അടയ്ക്കാൻ പറഞ്ഞത്? എന്തൊക്കെയോ തട്ടുന്ന സൗണ്ട് കേൾക്കുന്നല്ലോ. എന്തോ എടുത്ത് മാറ്റണമായിരുന്നു. ആ സമയം കൊണ്ട് കണ്ണുകൾ അടയ്ക്കാൻ പറഞ്ഞു. ബാറ്ററി എടുക്കാൻ പോയപ്പോഴേക്കും എഴുതാൻ പറഞ്ഞു. പ്ലാൻ ചെയ്യണം. കണ്ണു തുറന്നേ. ഇങ്ങനെയുള്ള കുറേ ഡയലോഗ്സ്, ഇതല്ല ഇതിന് സമാനമായ കുറച്ച് ഡയലോഗ്സുകൾ കേട്ടായിരുന്നോ? യെസ് പറഞ്ഞോ? ഇതാണ് നമ്മുടെ സെൽഫ് ടോക്ക് എന്ന് പറയുന്നൊരു സംഭവം. എല്ലാ മനുഷ്യനും ഉണ്ട്. അത് ഇല്ലെങ്കിൽ മനുഷ്യനല്ല. സെൽഫ് ടോക്ക്. നാളത്തെ കാര്യം ആലോചിക്കും, കഴിഞ്ഞതിൻ്റെ വിഷമം വരും, അടുത്തത്തെ പരിപാടി ആലോചിക്കും, ഫുഡ് എന്ത് കഴിക്കാനുള്ളത്. ഞാൻ കണ്ണടച്ച് പെട്ടെന്ന് ഞാൻ ഫുഡിനെ കുറിച്ച് ആലോചിച്ചു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് സെൽഫ് ടോക്കാണ്. ലിറ്റിൽ വോയിസ്, എൻ്റെ മാസ്റ്റർ പറയുന്നത് ലിറ്റിൽ വോയിസ് എന്നാണ് പറയുന്നത്. ലിറ്റിൽ വോയിസാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെ അനലൈസ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷം. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ലിറ്റിൽ വോയിസ് ഇടപെടും. ലോജിക്കാണ്. ഈ ലിറ്റിൽ വോയിസിനെ ഇംഗ്ലീഷിലോട്ട് മാറ്റാൻ പറ്റിയ നിങ്ങൾ 10 ദിവസം കൊണ്ട് ഫ്ലുവൻ്റ് ആവും. 10 ദിവസം കൊണ്ട് മാറ്റാൻ പറ്റില്ല, പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. ഇറ്റ് വിൽ ടേക്ക് അറൗണ്ട് 60-70 ഡേയ്സ്. നിങ്ങൾ ഇത് കണ്ടോ? മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് കണ്ടായിരുന്നോ? ഓ മൈ ഗോഡ്, അവനെന്നോട് സംസാരിക്കുന്നു. എന്തായിരിക്കും പറയുന്നത്? അറിയാത്ത പോലെ നിൽക്കാം. എവിടെ അങ്ങ് കൊന്നു കളഞ്ഞാലോ? ആ ലിറ്റിൽ വോയിസ് അല്ലേ? ഇമാജിനേഷൻ ഇല്ലാത്ത അഡ്വക്കേറ്റ്, അവനെ കൊല്ലണ്ടായിരുന്നു. ആ ലിറ്റിൽ വോയിസിനെ നമുക്ക് ഇംഗ്ലീഷിലോട്ട് മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കും, പെട്ടെന്ന് സംസാരിക്കും. എങ്ങനെയാണ് മാറ്റാൻ പറ്റുന്നത്? ആസ്ക് മീ ഹൗ ക്യാൻ യു ഷിഫ്റ്റ് ദാറ്റ് ടു ഇംഗ്ലീഷ്? അതിന് നമ്മൾ ഇംഗ്ലീഷിൽ മുങ്ങണം. യു ഹാവ് ടു ഇമ്മേഴ്സ് യുവർ സെൽഫ് ഇൻ ദിസ് ലാംഗ്വേജ്. ഇംഗ്ലീഷിൽ, ഈ ലാംഗ്വേജിൽ നമ്മൾ മുങ്ങണം.